ഹലോ ഗൈസ്, ജിതിനാണ് ഈ ഒരു സ്പിരിച്വൽ ബഡി. നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുന്നേ റീസെൻ്റ്ലി റിലീസായ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു ഫിലിമില്ല ഡയസറീസ്, ഒരു ഹൊറർ മൂവി. അതിനകത്തൊരു ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ആ വീഡിയോ ഒന്ന് കണ്ടിട്ടോ. ന്യായവിധി നടത്തും. ഈ സിനിമ കണ്ടവർക്കറിയാം എപ്പോഴാണ് ഈ സീൻ ഉള്ളതെന്നും എന്താണ് പുള്ളിക്കാരനടുത്ത് മേത്തോട്ടും ഈ പറയുന്ന പോലെ റൂമിലോട്ടൊക്കെ വലിച്ചെറിയണമെന്ന്. കാണാത്തവർക്ക് വേണ്ടി, അത് കല്ലുപ്പാണ് പുള്ളിക്കാരൻ മേത്തോട്ട് എടുത്ത് എറിയണത്. പുള്ളി ഭയന്നിട്ടാണ് ആ സാധനം എടുത്ത് ചെയ്യണത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ, സ്പിരിച്വാലിറ്റിയിൽ കല്ലുപ്പിന് ഭയങ്കരമായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. അതായത് നമുക്ക് നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷൻ എടുക്കാനും അതേപോലെ ഗ്രൗണ്ടിങ് എടുക്കാനും കല്ലുപ്പ് ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു ഫാക്ടറാണ്. ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു ഫാക്ടറാണ്. അല്ലെങ്കിൽ നമുക്ക് വലിയ വലിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇടണം. അതൊന്നും ഫിനാൻഷ്യലി പറ്റാത്തവർക്ക് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 20 രൂപ ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റ് കല്ലുപ്പ് പിടിക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രിങ്ങിങ് പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്, പോസിറ്റീവ് ടു യു ആൻഡ് ടു യുവർ സറൗണ്ടിങ്സ്. കാണാത്തവരാണെങ്കിൽ വീഡിയോ ഒന്ന് കാണുക. അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കുറച്ച് പോർഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ കല്ലുപ്പ് എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞായിരുന്നു നെഗറ്റീവ് എനർജീനെ അബ്സോർബ് ചെയ്യാനും പറ്റും, പോസിറ്റീവായിട്ടുള്ളൊരു എനർജി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിലോട്ടൊക്കെ നമ്മുടെ ലിവിങ് ഏരിയാസിലും നമ്മുടെ ബെഡ്റൂംസിനകത്തൊക്കെ ഒരു സിറാമിക് ബൗളോ ഗ്ലാസ് ബൗളിനോ അതോട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് വെക്കുക. അതിന് മുകളിൽ പറ്റുമെങ്കിൽ 3 ഗ്രാമ്പു സ്പൈസസ് ആയിട്ട് യൂസ് ചെയ്യണം. 3 ഗ്രാമ്പും കുത്തി വെച്ചാൽ മതി. എന്നിട്ട് ആഴ്ചയിലൊരിക്കൽ ഈ കല്ലുപ്പ് കൊണ്ടുപോയിട്ട് നമ്മൾ ഫ്ലഷ് ടാങ്കിൽ നമ്മുടെ ക്ലോസറ്റിൽ കൊണ്ടുപോയിട്ട് ഫ്ലഷ് ചെയ്ത് കളയുക. പുറത്തോട്ടൊന്നും കൊണ്ടിടരുത് പ്ലീസ്. ചെയ്യണമെങ്കിൽ ഇത് ഫ്ലഷ് ചെയ്ത് തന്നെ കളയുക. ഓക്കെ, വാട്ടറിൽ തന്നെ ഡിസോൾവ് ചെയ്യിപ്പിച്ച് കളയാം. അല്ലെങ്കിൽ പുറത്തോട്ട് ഇട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടത് നമ്മൾ വലിച്ചെടുത്ത സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ അവിടെ കിടക്കും. അതാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കൊണ്ടുപോയിട്ടൊന്നും ഇടരുത്, വേറെ ആളുടെ പറമ്പിലും കൊണ്ടുപോയിടരുത്. ഓക്കെ, ഇത് ഫ്ലഷ് ചെയ്ത് കളഞ്ഞാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ സാധനം ഗ്രൗണ്ടിങ്ങിനും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അതായത് നമ്മൾ പുറത്തുനിന്നൊക്കെ കയറി വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു വീഡിയോയിൽ, നമുക്ക് ഈ സോൾട്ടോ ബാത്ത് ചെയ്യണതിൻ്റെ ഹൈലൈറ്റ്. ഗ്രൗണ്ടിങ്ങിന് ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ സംഭവം. അതായത് നമ്മളിലുള്ള അനാവശ്യമായിട്ടുള്ള എനർജീസിനെ ഒഴുക്കി കളയാൻ പറ്റും ഈ സാധനത്തിലൂടെ. വാട്ടർ ബാത്ത് ചെയ്യാനോടെ ഒഴുകി കളയാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് കല്ലുപ്പിട്ടിട്ട് കുളിക്കാൻ പറയുന്നത്. അപ്പോൾ പലരും ചോദിച്ചു, ചേട്ടാ കല്ലുപ്പിട്ട് ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി പോവില്ല, ഇതൊക്കെ പോവില്ലെന്ന്. അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ട്, തലയിലോട്ട് ഇത് ഒഴിക്കണമെന്നില്ല, ജസ്റ്റ് മുഖം മാത്രം ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. അല്ല നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുപ്പെടുത്തുകൊണ്ട് പോവുക, കുറച്ച് വെള്ളത്തിനകത്തോട്ടൊന്ന് മുക്കിയിട്ട് അത് ഒരു ഇതാക്കുമല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് നനഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്നൊരു ചെറിയ പേസ്റ്റ് പോലെ ആവാൻ തുടങ്ങും പയ്യെ. അത് നമ്മുടെ ബോഡിനകത്തൊന്ന് തേച്ച് പിടിപ്പിക്കുക കുറച്ച് നേരം. എന്നിട്ട് 2 മിനിറ്റ് നിന്നിട്ട് നോർമലി ഷവർ ചെയ്ത് കളിച്ചിട്ട് നിങ്ങൾ നോർമലി കുളിക്കുന്ന പോലെ കുളിച്ച് കളഞ്ഞാൽ മതി. അതേപോലെ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ, കുറച്ചും കൂടി പറഞ്ഞ പോലെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ വേറൊരു പരിപാടി ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മളങ്ങനെ എപ്പോഴും കുളിക്കാൻ പറ്റാത്തവരൊക്കെയാണ്, എസ്പെഷ്യലി അറിയാലോ ആർക്കാണ് എപ്പോഴും കുളിക്കാൻ പറ്റാത്തവർ, അവർക്കൊക്കെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഒരു ബക്കറ്റിനകത്ത് ഒരു ഇളം ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് ആ ചൂടുവെള്ളത്തിനകത്തോട്ട് കല്ലുപ്പ് ഇട്ടിട്ട് നിങ്ങൾ കാലതിനകത്തോട്ട് മുക്കിയിട്ട് ഒരു 10 to 15 മിനിറ്റ് ഇരിക്കുക. മാക്സിമം 15 മിനിറ്റ് മാക്സിമം ഇരുന്നാൽ മതി, ഞാൻ പറയുള്ളൂ. അധികം നേരം ഇരിക്കണമെന്നൊന്നുമില്ല. വെറുതെ കാല് വെള്ളത്തിൽ മുക്കി കാരണം പനി പിടിച്ചൊന്നും പറയണ്ട. ഓക്കെ, 15 മിനിറ്റ് ഇരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം കൊണ്ടുപോയിട്ട് നിങ്ങൾ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലുള്ള എനർജീസ്, അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസിനെ നിങ്ങൾക്ക് ഗ്രൗണ്ട് ചെയ്യാം ഈ ടെക്നിക്സിലൂടെ. അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറൊരു വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചെരുപ്പിടാണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഗ്രൗണ്ടിങ് ടെക്നിക്കും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് പ്രൊട്ടക്ഷൻ എടുത്തേ പറ്റുള്ളൂ. അത് എങ്ങനെ ഏറ്റവും പൈസ കുറഞ്ഞ രീതിയിൽ പ്രൊട്ടക്ഷൻ എടുക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വലിയ പൂജകളൊക്കെ ചെയ്ത് പ്രൊട്ടക്ഷൻ എടുക്കാൻ ഞാൻ പറയുന്നില്ല. ഇത് ചെയ്താൽ നമുക്ക് പ്രൊട്ടക്ഷൻ എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ലാവിഷായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ എടുക്കാൻ പറ്റും. എന്തെങ്കിലും സംശയംസും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇട്ടോ, ഞാൻ കമൻറ്റിൻ്റെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പലരും ഉള്ളിൽ ഒതുക്കുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ പറയൂ, എന്നാൽ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരാൻ പറ്റുള്ളൂ. പലരും ചോദിക്കാണ്ട് എനിക്ക് ഇതായിട്ട് DM വന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ചിലർക്ക് പ്രൈവസി ഇഷ്യൂ ഉള്ളവരാണ്. പ്രൈവസി ഇഷ്യൂ ഉണ്ടെങ്കിൽ 100% ആയിട്ടും നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഞാൻ എന്നത് പറയുന്നതല്ല. കാരണം ഒരാളുടെ കാര്യം പ്രൈവറ്റ് ആയിട്ട് പറയരുത്. കാരണം അവർക്കായിട്ട് വിഷമം ഉണ്ടാവുന്നത് മാത്രമല്ല, അവരുടെ സഫറിങ് നിങ്ങളിലോട്ട്
ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ നെഗറ്റീവ് നിങ്ങളോട് തരുന്നൊരു ഫീലിംഗ് വരും. അതുകൊണ്ടാണ് നിങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങളും എന്നിൽ പ്രൈവറ്റ് ആയിരിക്കുള്ളൂ, സേഫ് ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.